ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 31ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമുക്ക് ലൈവ് തൊട്ട് എപ്പിസോഡ് വരെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ബിഗ് ബോസിന് ഒരു വിലയും കൊടുക്കാത്ത കണ്ടസ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് ഈ സീസണിലുള്ളവരെ തോന്നിയത്. എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല. കുറേ പേര് അവിടെ കിടന്നുറങ്ങുന്നു. ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു സീരിയസ്നെസ്സും ഇല്ല, ഒരു എന്താ പറയുക, ഒരു പേടിയില്ലാതെ ബിഗ് ബോസിനെ കാണുന്നതായിട്ട് എനിക്ക് കാണാനിടയായി. മേ ബി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷൻ എടുക്കാത്തത് കൊണ്ടായിരിക്കാം. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് നടന്നത് നമ്മുടെ പണിപ്പുര ടാസ്ക്കാണ്. വൈൽഡ് കാർഡ് എൻട്രീസ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ളവർക്ക് ഒരു സ്മോൾ പണിയാണ് കിട്ടിയത്. ആ സ്മോൾ പണി ഏറ്റുവാങ്ങിയത് നമ്മുടെ നെവിനും അനുമോളുമാണ്. ഇന്നത്തെ ദിവസം മിണ്ടാണ്ടിരിക്കുക. അത് അത്യാവശ്യം നല്ല രീതിയിൽ അനുമോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നെവിൻ അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാതെ അപ്പാണി സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതായിട്ട് തോന്നി അനുമോൾക്ക്. ആവശ്യത്തിനും പിന്നെ ആവശ്യമില്ലാതെ അനുമോളെ ഇന്ന് എല്ലാവരും ഇട്ട് വാരിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വീക്കിലി ടാസ്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ ജിസൈലിൻ്റെ ടീമും നമ്മുടെ രേണുസുധീൻ്റെ ടീമും പുറത്തായിരിക്കുകയാണ്. രേണുസുധീൻ്റെ ടീമിനെ എല്ലാവരും കൂടെ ഇട്ട് വളയുകയാണ് ചെയ്തത്. അഞ്ച് പേരുണ്ടെങ്കിൽ 5 പേരും ഇട്ട് നമ്മുടെ അക്ബറിനെ വളഞ്ഞു. അവസാനം തൊപ്പി കീറി വലിച്ചിട്ടിട്ട് അവരെ കൊളുത്തി കൊണ്ടിടുകയാണ് ചെയ്തത്. ജിസൈൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിസൈൽ ഒറ്റ പോരാളിയാണ്, അവർക്കൊരു കോർഡിനേഷൻ ഇല്ല. അതുകൊണ്ട് അങ്ങനെ അവരും ഔട്ടായി. അപ്പം ജിസൈൽ, ശൈത്യ, അനുമോൾ ഔട്ടായി. നമ്മുടെ അക്ബർ, ഷാനവാസ്, രേണു ഔട്ടായിരിക്കുകയാണ്. ഇനി കുറച്ച് ടീമുകളാണുള്ളത്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും നാളെ എന്ന് വിചാരിക്കുന്നു. കാര്യം ഇന്ന് ഇവരെ തന്നെ ഫോക്കസ് ചെയ്യുമെന്ന് ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളത്തെ കാര്യം കുറച്ചും കൂടെ ക്രൂഷ്യലാണ്. ഓക്കെ, അതിനുശേഷം നടന്നത് ഈ വൈൽഡ് കാർഡ് എൻട്രീസിനുള്ളൊരു ടാസ്ക്കാണ്, കഥ തുടരും എന്നൊരു ടാസ്ക്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 3 ദിവസം സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കഥ പറഞ്ഞ് തീർക്കുക. ഏറ്റവും നല്ല കഥ പറയുന്നവർക്ക് പിന്നെ നോമിനേഷൻ ഫ്രീയും, ബാക്കിയുള്ള 4 പേർക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും. ഇതാണ് സംഭവം. വരുന്ന ദിവസം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രീസ് ആണെങ്കിലും വീട്ടിലുള്ളവരും ആണെങ്കിലും അവരെ പിന്നെ മാനസികമായി എങ്ങനെയൊക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവും. അതിൻ്റെ അകത്ത് പ്രവീണാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം അദ്ദേഹം ഇത്രയും ദിവസം എല്ലാവരെയും മനസ്സിലാക്കി ഇന്നൊന്ന് ഇറങ്ങി കളിക്കാൻ പോകുന്നത് പോലെ എനിക്കൊരു ഫീലിംഗ് തോന്നുന്നുണ്ട്. പിന്നെ കൂടാതെ അപ്പാണീൻ്റെ ഗ്യാങ്, അപ്പാണി, മറ്റേ ആര്യൻ, അക്ബർ, അവരിലൊരു സ്പ്ലിറ്റ് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീക്കിലി ടാസ്കിൽ അപ്പാണി പറയുന്നത് അക്ബർ ആദ്യം തന്നെ അവരുടെ ടീമിനെ നോക്കി കോർണർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അക്ബറിന് പോലും അറിയത്തില്ല. അക്ബർ രേണുസുധീൻ്റെ തലയിലും പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അല്ല ആ തൊപ്പിയിലും പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഷാനവാസ് പോയി അവരുടെ തൊപ്പി എടുത്തത് അത് ജസ്റ്റ് ഗെയിമായിട്ട് തന്നെ കാണേണ്ടതാണ്. പക്ഷേ നമ്മുടെ അപ്പാണീൻ്റെ ധാരണ അക്ബർ പറഞ്ഞു വിട്ടു എന്നുള്ള രീതിയിലാണ്. മേ ബി അത് പാച്ചപ്പ് ആവുമായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ അനുമോളുടെ കുൽസില പ്രവർത്തികൾ അത് കണ്ടിട്ട് കുറ്റം പറയുന്ന ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അത്യാവശ്യം കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ ആവശ്യത്തിനധികം അനുമോളെ കുറ്റം പറഞ്ഞത് കാരണം ഞാൻ ഇന്ന് പറയാത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.